നിൽക്കുന്നത് നില ബേക്ക് ഹൗസിലാണ്. ഞങ്ങളുടെ ടൗണിലത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബേക്കറിയിലാണ് നിൽക്കുന്നത്. ഇതെൻ്റെ ഫ്രണ്ട് ഷബാബ്, ഇവനാണ് ഇവിടുത്തെ ഇതിൻ്റെ ഓണർ. സോ ഞാനിവിടെ വന്നാൽ എപ്പോഴും എനിക്കിഷ്ടമുള്ളൊരു പേസ്ട്രി ഉണ്ട്. കൂടെ അപ്പോൾ കുറച്ച് നാണക്കാരനാണ്, ഞാൻ സ്ഥിരം കഴിക്കണതാണ്. വാ നമുക്ക് റൂമിൽ പോവാം. ഇനി നമ്മുടെ ക്യാമ്പ് ഉള്ളിലാണ്. ഇതിൽ ഇതെൻ്റെ വേണ്ടപ്പെട്ട എൻ്റെ വളരെ നാളത്തെ കൂട്ടുകാരിൽ 4 പേരാണ് ഇതിൽ. ഇത് ആദ്യം ഇവിടുന്ന് തുടങ്ങാം, വലിപ്പം കൂടിയുള്ളതാണ് തുടങ്ങാൻ ആദ്യം. ഇത് രാജീവ് മന്നാടിയർ എന്ന് പറയും. ഇവിടുത്തെ ഒരു പ്രമുഖ ബിസിനസ്മാനാണ് ഇവൻ എൻ്റെ കൂടെ കുറേ നാൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ചേട്ടൻ്റെ കൂടെ പഠിച്ചത് സാഹചര്യങ്ങളുണ്ട്, പിന്നെ അനിയൻ്റെ കൂടെയും പഠിക്കേണ്ടി വന്നു. ഇത് സൈറബ്. ഞങ്ങളൊരു 12-14 വർഷമാണ് ഞങ്ങൾ ഒരേ ക്ലാസ്സിലിരുന്ന് പഠിച്ചിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ബന്ധം ഞാനും ഇവനായിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ കസിനാണ് ജോബിൻ തോമസ്. ഇവൻ ടാറ്റയിൽ വർക്ക് ചെയ്യുക. ഇവൻ എൻ്റെ മിക്ക കോൺസേർട്ടിന് ഒരു 80% ഓഫ് മൈ കോൺസേർട്ടിലെല്ലാം ഇവൻ എൻ്റെ കൂടെ വരാറുണ്ട്. സോ ഇവൻ ആ ഒരു മ്യൂസിക് സെൻസുണ്ട്, പാട്ടും അടിപൊളിയായിട്ട് പാടും. ഇവനെ പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാവും ഷവാബ്. മിക്കവാറും ഞങ്ങളിവിടെ കൂടി ഇവിടുന്ന് ഇടിച്ചു പൊളിക്കലാണ് പരിപാടി. എല്ലാം എൻ്റെ ടൈമിനനുസരിച്ച്. ഇവർ മിക്ക ദിവസം ഇവിടെ കൂടാറുണ്ട്. ഞാൻ മിസ്സിംഗ് ആണ് എപ്പോഴും, പക്ഷേ വരുമ്പോൾ മാക്സിമം വരെ കൂടെ കൂടാറുണ്ട്. രാജീവ് ഒരു നല്ല പാട്ടുകാരനാണ്, നേരത്തെ പറഞ്ഞ മാതിരി. പാട്ടുകാരനായത് നാടൻ പാട്ടുകളിലൂടെ പാട്ടുകാരനായത് കയ്യടി കൊള്ളാനുള്ള ഒരു നമ്പറായിട്ടാണ് പാട്ട് പാടി തുടങ്ങിയത്. അവസാനം അത് കൂവലിലാണ് എത്തിയത്. കൂവലെത്തിയെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഇത്തിരി നല്ല കൂവലേറുണ്ടെന്ന് നമ്മൾ മനസ്സിലായത്. സ്റ്റേജിൽ ഗിറ്റാർ പിടിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെ പോവാനായിട്ട് പുറത്തിറങ്ങി വന്നത് ഇവരാണ് മെയിൻ ആള്. സ്ട്രിങ് ഇല്ലാത്ത ഗിറ്റാർ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ല ഇടികൂടറ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരൻ കൂടി ഉണ്ടായിരുന്നു. പുള്ളി ഭാഗവതരാണ്, ബിപിൻ ഭാഗവതൻ എന്ന് പറയും. മിക്കവാറും ഞങ്ങൾ അവന്റെ വീട്ടിലാണ് കൂടാറ്. കാരണം എന്താ വെച്ചാൽ അവന്റെ വീട്ടിൽ ഒരു ഹാർമോണിയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു. അത് തന്നെ തുടങ്ങും. തട്ടുംപുറത്ത് ഞങ്ങളെല്ലാം ഒരു ഹാർമോണിയം, ഒരുപാട് പേര്, നാടൻ പാട്ട്, അമ്മ സ്കൂളിൽ പോയിട്ടുണ്ടാവും, അവന്റെ അമ്മ കടയിലും പോയിട്ടുണ്ടാവും. ഞങ്ങള് സ്കൂളും കട്ട് ചെയ്ത് കോളേജും കട്ട് ചെയ്ത് അതിന്റെ മുകളിലുണ്ടാവും. അവിടെയാണ് ഞങ്ങളുടെ കലാജീവിതം. അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെയായിട്ടിരിക്കുമ്പോഴാണ് ഒരു പാട്ട് പാടാൻ 25th ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ സ്കൂളിൽ, അതായത് 7th സ്കൂളിൽ സ്റ്റീവൻ പോയിട്ട് സ്കൂളിൽ പോയില്ല, അവിടെ വെച്ചിട്ട് 25th ആനിവേഴ്സറിക്ക് എനിക്ക് പാട്ട് പാടാനൊരു ആഗ്രഹം ഉണ്ടായി. ഓക്കെ, അപ്പോൾ പാട്ട് ഞങ്ങൾക്ക് എന്തായാലും പെർഫോമിങ് ചെയ്യണമെന്ന്. കാരണം ഞങ്ങൾ വാക്കുകൾ പറഞ്ഞുപോയി, പ്രിൻസിപ്പളുടെ വാക്ക് പ്രകാരം ഞങ്ങൾ പ്രോഗ്രാം എടുത്തു. അപ്പോൾ എക്സ് സ്റ്റുഡൻസിന്റെ പ്രോഗ്രാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 10th കഴിഞ്ഞിട്ട് ഒരു 25th ആനിവേഴ്സറി സ്കൂളിൽ. അപ്പോൾ എന്തായാലും സ്റ്റേജിൽ കയറാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തു. എന്തായാലും എല്ലാവരും ഉണ്ട്, രാജീവ്, സൈറബ്, ബിബിൻ, അങ്ങനെ ഒരു സെറ്റ്, ലോദർ, എല്ലാവരും ഇൻസ്ട്രുമെന്റ് വായിക്കാം, ഗിറ്റാർ വായിക്കാം, കീബോർഡ് വായിക്കാം. അപ്പോൾ ഞാൻ കുറേ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച്, എന്നാലും തയ്യാറെടുപ്പോടുകൂടി മിസ്റ്റർ രാജീവ് അന്ന് ടൈയൊക്കെ കെട്ടിയിട്ടാണ് പാടാൻ കയറുന്നത്. വളരെ വിജയകരമായിട്ട് അവൻ പാട്ട് നന്നായി പാടി. ലാസ്റ്റ് സെഗ്മെന്റ് ആയിരുന്നു രാജീവിന്റെ പാട്ട്. അന്നേരം ഞങ്ങൾ സ്റ്റേജിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും മെല്ലെ സ്റ്റേജിലാണ്. ഈവൻ ഇലക്ട്രിക് ഗിറ്റാർ, ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാണ്ട് ഇടയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു. അയാള് ഞാനൊരു സംഭവം വായിച്ചിട്ടുണ്ടായിരുന്നു. രാജീവ് പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ പുറത്ത് നല്ല കൂവല്, പാടിനേക്കാളും നന്നായിട്ട് ആൾക്കാർ കൂവുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ രീതിയിൽ പറയുകയാണെങ്കിൽ മ്യൂസിക്കലായിട്ടും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് രീതിയിലായിട്ടും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് അവിടെ, ഒരു ഹിസ്റ്റോറിക്കൽ മൂമെന്റ് ഞങ്ങൾക്ക് ഉണ്ടായി. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട് എൻ്റെ ലൈഫിൽ. എന്നെ കുറേ ടച്ച് ചെയ്തവരും പിന്നെ കുറേ ഇൻസ്പയർ ആയിട്ടുള്ള ഫാമിലി കൂടാതെ തന്നെ എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ചേർച്ചിലും. ഇത് ജോർജ് അങ്കിൾ ഞങ്ങളുടെ ചേർച്ചിലത്തെ ഒരു ലീഡറാണ്. ഹീസ് ഡൂയിങ് ദ ചേർച്ച് തിങ്. ഇത് സുന്ദരനങ്ങൾ ആൻഡ് ഹീസ് ഓൾസോ ഡൂയിങ് ദ തിങ്. ആൻഡ് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ ചേർച്ചിലത്തെ നല്ല സീനിയേഴ്സാണ്. ആൻഡ് ഇത് എനിക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു മെയിൻ ഘടകമാണ്. ഇതെൻ്റെ മമ്മിയുടെ സിസ്റ്ററാണ്. നെയിം ഈസ് മേഴ്സി. ഞാൻ മേച്ചിച്ചിന്നാണ് വിളിക്കുക. മേച്ചിച്ചി ഇവിടെ നിന്നിട്ടാണ് കോളേജിൽ പഠിച്ചത്. സോ എന്നെ, എൻ്റെ ചേട്ടനെയും ചേച്ചീനെയും, മമ്മി മൊത്തത്തിലെ ഓൾറൗണ്ടറായിരുന്നു, പക്ഷേ ചേച്ചിയാണ് ഞങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. ഞാൻ വാണികൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പ്രെയർ നടത്തിക്കുന്ന സമയത്ത്
സ്റ്റീവൻ പ്രയറിന് വേണ്ടി പാട്ട് പാടാനായിട്ട് അന്ന് സ്റ്റീവൻ ഓർഗൻ വായിക്കുന്നുണ്ട്, സ്റ്റീവൻ്റെ ജ്യേഷ്ഠൻ സാം വയലിൻ വായിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും വളരെ ചെറിയ കുട്ടികളാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ പാട്ട് ലീഡ് ചെയ്യാനായിട്ടും പാട്ടിൽ വായിക്കാനായിട്ടും ഇവിടെ വരാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവർ വരുമ്പോൾ ഞാൻ ധരിച്ചു സ്റ്റീവൻ ചെറിയ കുട്ടിയാണല്ലോ, ഇവ എന്താ ഓർഗൻ വായിക്കുക, എന്ത് വായിക്കാനായിരിക്കും. ഞാൻ നേരത്തെ ഹാർമോണിയൊക്കെ വായിക്കുന്ന ആളാണ്, അവൻ ഇന്നത് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ വിലയിരുത്തൽ, ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എന്ത് വായിക്കുമെന്നൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാട്ട് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാടിയ പാട്ടിൽ കുറച്ച് ട്യൂൺ തെറ്റി ശ്രുതി തെറ്റിയപ്പോൾ സ്റ്റീവൻ എന്നെ നന്നായിട്ടൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി സ്റ്റീവൻ നന്നായിട്ട് സംഗീതത്തിൽ വളരെ പ്രാഗൽഭ്യനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ അതീതം സ്തുതിക്കാൻ ഇടയായി. ഇനി ഞാൻ എൻ്റെ ഫാമിലിനെ ഞാൻ പരിചയപ്പെടുത്താം. ദിസ് മൈ ഡാഡ് PK ദേവസി, ബേബി ചായനെ വിളിക്കുക. ഡാഡിയാണ് എൻ്റെ ഓൾ ഇൻ ഓൾ, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം ഡാഡിയാണ്. പിന്നെ എൻ്റെ മമ്മി സത്യം പറഞ്ഞാൽ സെൻറ്റിമെൻ്റലായി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ കാരണം എൻ്റെ മമ്മിയാണ്. മമ്മി പ്രാർത്ഥന, പിന്നെ അങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുക എല്ലാം മമ്മിയാണ് ചെയ്യുക. പിന്നെ ഇതെൻ്റെ സിസ്റ്റർ ബിജു സോളമൻ, ചേച്ചി മാരീഡ്, കോഴിക്കോടാണ് താമസിക്കുന്നത്. എൻ്റെ അളിയൻ ബിസിനസ്സുകാരനാണ്. ഇത് ചേച്ചിയുടെ ഒരേ ഒരു ഉണ്ണി ഏവൽകുട്ടൻ. പിന്നെ ഇതെൻ്റെ ചേട്ടത്തി ബീന, അവിടെ കിടക്കുന്നത് ഉണ്ണിയാണ്. എനിക്കൊരു ചേട്ടനുണ്ട്, പുള്ളി സിംഗപ്പൂർ വർക്ക് ചെയ്യാണ്. സോ ചേട്ടത്തിയും ഇവിടെയാണ്, എല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നത്. സോ ദിസ് ഇസ് മൈ ഫാമിലി ആൻഡ് ഐ ലവ് മൈ ഫാമിലി. എൻ്റെ മ്യൂസിക് കരിയറിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ മുറിയാണ്. ഈ വീട്ടിൽ ഈ മുറിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തത്. ഞാൻ എൻ്റെ ചേട്ടനും കൂടെ ഓരോ ചെറിയ പീസുകൾ പഠിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കമ്പോസ് ചെയ്ത് ഞങ്ങൾ രണ്ടും പെർഫോം ചെയ്യും. പിന്നെ ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരികയാണെങ്കിൽ ഞങ്ങളിരുന്ന് കേൾപ്പിക്കും. ആൻഡ് ലൈക്ക് ദിസ് ഇസ് വാട്ട് ദ ക്രിയേറ്റീവ് റൂം ആക്ച്വലി. പിന്നെ എൻ്റെ ഡാഡിയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. ഡാഡിയുടെ എൻകറേജ്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ആവാൻ പറ്റിയത്. എനിക്ക് ചെറുപ്പത്തിൽ സംഗീത ഉപകരണങ്ങളിൽ വ്യാപൃതമാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ സാധിച്ചില്ല. അത് എൻ്റെ മക്കൾ കൂടെ കൊണ്ടുവരുന്നത് പിന്നെ ഞാൻ ആഗ്രഹിച്ചു. സ്റ്റീഫൻ ചെറുപ്പത്തിൽ തന്നെ ഗ്ലാസ്സിൽ വെള്ളമൊക്കെ നിറച്ച് ടിന്നൊക്കെ വെച്ച് മ്യൂസിക് ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ സംഗീത വാസന എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പഠനം കൊടുക്കുന്നതിനൊപ്പം തന്നെ സംഗീതത്തിനും താല്പര്യം കണ്ടതുകൊണ്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. സ്റ്റീഫൻ സംഗീതത്തിൽ കൂടെ എടുക്കാവുന്ന 8th ഡിഗ്രി ട്രിനിറ്റി ലണ്ടൻ കോളേജിൽ കൂടെ നല്ല മാർക്കോടുകൂടെ പാസ്സാകാൻ സാധിച്ചു. ആ മാർക്ക് ഇന്നും ആരും സ്കോർ ചെയ്തിട്ടില്ല, അത് സ്റ്റീഫൻ തന്നെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.